ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം പുരോഗമിക്കുന്നു. കുവൈറ്റ് നേതൃത്വവുമായി പ്രധാനമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേരുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം. അടുത്ത ബാച്ച് KAS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൌഖ്യം സദാ ആന്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് പത്തനംതിട്ടയിൽ നിർവഹിക്കും. അണ്ടർ 19 ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് നേതൃത്വവുമായി ചർച്ച നടത്തും. പ്രധാനമന്ത്രിക്ക് കുവൈറ്റ് ഭരണകൂടം ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകും. തുടർന്ന് കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും ഉന്നതതല യോഗങ്ങളും കുവൈറ്റ് പ്രധാനമന്ത്രിയുമായുള്ള പ്രതിനിധിതല ചർച്ചകളും നടക്കും. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി K കൃഷ്ണൻകുട്ടി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെ കൊച്ചി സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വാട്ടർ മെട്രോ പ്രവർത്തനങ്ങളും വിലയിരുത്തും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം. മുണ്ടക്കൈ പുനരധിവാസ കരട് പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് യോഗം. സമൂഹത്തിലെ മാറ്റങ്ങൾക്കും നവീകരണത്തിനുമുള്ള പുതിയ പാത തെളിയിക്കുന്നവരാണ് KAS ഉദ്യോഗസ്ഥരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KAS 1ാം വാർഷിക ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെ മാതൃകയിൽ നിശ്ചിത ഇടവേളകളിൽ KAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. അടുത്ത ബാച്ച് KAS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അങ്ങേയറ്റം ശ്രദ്ധയോടെ ഓരോ ചുമതലയും നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സേവന കാലയളവിലുടനീളം നാടിന്റെ സ്വത്തിന്റെ കാര്യവിചാരകരും സംസ്ഥാനത്തിന്റെ സാധ്യതകളുടെ പ്രചാരകരുമായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ കേരള ബ്രാൻഡാണ് ഓരോ KAS ഉദ്യോഗസ്ഥയും. സൌഖ്യം സദാ ആന്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ സ്പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആധുനിക ലോകത്തെ അശാസ്ത്രീയമായ മരുന്നുപയോഗ ശീലങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ സ്വയം പാകപ്പെടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനും അവരിലൂടെ സമൂഹത്തിൽ അവബോധം വളർത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് നോട്ടീസ്. 18% പലിശ നിരക്കിൽ അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. 22,600 രൂപ മുതൽ 86,000 രൂപ വരെയാണ് തിരികെ അടയ്ക്കേണ്ടത്. പൊതുഭരണ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർമാർക്കെതിരായാണ് നടപടി. ജീവനക്കാരെ പിരിച്ചുവിടാൻ നേരത്തെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രധാൻമന്ത്രി ഉച്ചതാർ ശിക്ഷ അഭിയാൻ അഥവാ PM ഉഷ പദ്ധതി പ്രകാരം കണ്ണൂർ സർവകലാശാലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായം. സംസ്ഥാനത്ത് 405 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് അനുവദിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അടിസ്ഥാന സൌകര്യങ്ങളും അക്കാദമിക ഗവേഷണ സംവിധാനങ്ങളും ശക്തമാക്കുന്നതിനായാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് ധനസഹായം ലഭ്യമാക്കിയത്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് വിഭാഗത്തിലാണ് സർവകലാശാലയ്ക്ക് ഈ ധനസഹായം. മികവ് വളർത്തിയെടുക്കുന്നതിലൂടെയും വിദ്യാഭ്യാസത്തിൽ തുല്യത വർദ്ധിപ്പിക്കുന്നതിലൂടെയും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ളതാണ് PM ഉഷ പദ്ധതിക്ക് കീഴിലെ സംരംഭങ്ങൾ. സർവകലാശാല പഠന വകുപ്പുകളിലെ ലബോറട്ടറി സൌകര്യങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തും. മുഴുവൻ പഠന വകുപ്പുകളിലും ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കും.
കണ്ണൂർ ജില്ലയിലെ എല്ലാ നഗരങ്ങളിലെയും കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. തളിപ്പറമ്പ് നഗരസഭാ പരിധിയിലുണ്ടായ മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്നാണ് തീരുമാനം. ജില്ലയിലെ വീടുകളിലെ നല്ലൊരു ശതമാനം കിണറുകളും ഈ കോളി ബാക്ടീരിയ മൂലം മലിനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിദഗ്ധ മെഡിക്കൽ സംഘം വിലയിരുത്തുന്നുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ട തങ്ക അങ്കി രഥഘോഷയാത്ര കാരംവേലി പിന്നിട്ടു. രഥഘോഷയാത്ര ബുധനാഴ്ച വൈകുന്നേരം സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് കടന്നുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇന്ന് ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലും നാളെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും രാത്രി വിശ്രമിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 75ഓളം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് 25-ന് സന്നിധാനത്ത് എത്തും. 25-ന് വൈകിട്ട് സന്നിധാനത്ത് അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 26-നാണ് മണ്ഡലപൂജ നടക്കുക. അണ്ടർ 19 ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ക്വാലലംപൂരിൽ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശിനെ 41 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് 18.3 ഓവറുകളിൽ 76 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം. കൊച്ചിയിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. നിലവിലെ പോയിന്റ് പട്ടികയിൽ കേരളം 11-മതും മുഹമ്മദൻ SC 13-മതുമാണ്. അതേസമയം മത്സരം കാണാനെത്തുന്നവരുടെ സൌകര്യാർത്ഥം കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. രാത്രി 9:30-ക്ക് ശേഷം 11 മണിവരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് 10 സർവീസുകൾ ആലുവയിലേക്കും തൃപ്പൂണിത്തറയിലേക്കും ഉണ്ടാകുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഡൽഹിയുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30-നാണ് മത്സരം. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുക്കുന്ന മലബാർ ഉദ്യാന ഉത്സവം ആകർഷകമാകുന്നു. ആദ്യമായാണ് കോഴിക്കോട് ഇത്തരത്തിലുള്ള ഉദ്യാന ഉത്സവം നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സമകാലിക ഗവേഷണത്തിനായി ലബോറട്ടറികളും അത്യാധുനിക സൌകര്യങ്ങളുമുള്ള മികച്ച സംരക്ഷണ രീതികളും ഗാർഡനിൽ ഒരുക്കിയിട്ടുണ്ട്. ശില്പശാലകൾ, ഫോട്ടോ പ്രദർശനം, വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ, ഭക്ഷ്യമേള എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ട്. വിനോദത്തോടൊപ്പം വിജ്ഞാനവും നൽകുന്നതിനായി മലബാർ ഗാർഡൻ ഫെസ്റ്റിവൽ AI സാങ്കേതികവിദ്യ, ജൈവ വൈവിധ്യ സംരക്ഷണം, സസ്യശാസ്ത്ര വർഗീകരണം, ക്രയോ പ്രിസർവേഷൻ, നഴ്സറി നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ ശില്പശാലകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 29 വരെയാണ് ഗാർഡൻ ഫെസ്റ്റിവൽ. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഇല്യൂമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന പേരിൽ ടൂറിസം വകുപ്പ് ഒരുക്കുന്ന ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് നിർവഹിക്കും. ജനുവരി 1 വരെ ലൈറ്റ് ഷോ ഉണ്ടായിരിക്കും. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ സീസൺ 4ന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച മിനി മാരത്തൺ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ബേപ്പൂർ ബീച്ച് വരെ 13 കിലോമീറ്ററാണ് മിനി മാരത്തൺ. ചൂരൽമലയിലും മുണ്ടക്കയിലും പുനരധിവാസം ഉറപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും ഇതുവരെ നടപടികൾ സ്വീകരിക്കാത്തത് ദൌർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ തയ്യാറാക്കിയ പട്ടിക അബദ്ധമാണെന്നും ശ്രീ സതീശൻ പ്രതികരിച്ചു. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവം സഹകരണ കൊള്ളയുടെ മറ്റൊരു പതിപ്പാണെന്നും ശ്രീ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. വിചാരണയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്നും ചൂണ്ടിക്കാണിച്ച് നടിയാണ് ഹർജി നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം പുരോഗമിക്കുന്നു. കുവൈറ്റ് നേതൃത്വവുമായി പ്രധാനമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട്
കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേരുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം. അടുത്ത ബാച്ച് KAS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൌഖ്യം സദാ ആന്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് പത്തനംതിട്ടയിൽ നിർവഹിക്കും. അണ്ടർ-19 ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.